വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ പാർട്ട് 2 ആണ്. എൻ്റെ കൂട്ടുകാരൻ്റെ ഫിഷിങ്ങിൻ്റെ പാർട്ട് 2. അപ്പം നമുക്ക് കാണാം. നമ്മുടെ പാർട്ട് 1 ദേവാസുരൻ്റെ ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഞങ്ങളിത് പുതിയ ലൊക്കേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പം നമുക്ക് ചൂണ്ടയിടാൻ തുടങ്ങിയാലോ? ഓക്കെ ഗൈസ്, ദേവാസുരൻ നമ്മളെ പുതിയ ലൊക്കേഷനിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ദേവാസുരൻ്റെ അവിടെ നിന്നാണ് ചൂണ്ടിടുന്നത്. നിങ്ങൾ പോയി കാണാൻ പറ്റുമോ എനിക്കറിയില്ല. അതെ, ചാടി ചാടി വരുന്നുണ്ട്. പറയുന്ന ഞങ്ങളേതോ കാട്ടിലാണ് ഈ ചെയ്യുന്നത്. ഏതോ ഈ കാട്ടിൽ കൂടെ ഞങ്ങളെ കൊണ്ടുവന്നിട്ട് ഇപ്പം ഞങ്ങൾ ഈ കാട്ടിനകത്ത് കത്തി വീഡിയോ എടുപ്പിക്കുക. അവൻ പറയാം ഇവിടെ മീനെ കിട്ടും, പക്ഷെ ഇത്രയും പോലെ കിട്ടുമോ എന്ന് എനിക്ക് സംശയം. അവൻ്റെ കൂടെ ചെല്ലടാ നീ. എവിടേക്ക് അവിടെ ഒന്നും കിട്ടുന്നില്ല. ഇത് പോളേന്റെ മണ്ടേ കൂടി ഇത് പോകുന്നുള്ളൂ. അങ്ങോട്ട് അങ്ങോട്ട് പോളേനിടയിലോട്ട് അങ്ങ് പോയി. ഇവിടെ ഇട്ടാ വല്ലതും കിട്ടുമോ? പോളേനെ മണ്ടേ കൂടെ ഓടി പോകുന്നേ ഉള്ളൂ, അല്ലാതെ മീൻ പിടിക്കുന്നൊന്നുമില്ല. അതെ, ഇതിന്റെ അടിയിൽ കൂടെ കിട്ടുമ്പോ ഇതിന്റെ അടിയിൽ കൂടെ കുറെ വരാലുണ്ട്. ഇത് പോളിന്റെ മണ്ടേ കൂടെ അല്ലേ പോകുന്നത്, താഴെ വെള്ളത്തിലോട്ട് പോകുന്നില്ല. മീൻ എങ്ങനെ കാണാനാ? അത് ശരിക്കും പറഞ്ഞ ഇത് താന്നു പോയാലേ കിട്ടത്തുള്ളൂ, അല്ല പൊങ്ങിയാലേ കിട്ടത്തുള്ളൂ. താന്നു പോയാൽ പെട്ടെന്ന് കിട്ടത്തില്ല. മീനങ്ങ് പൊട്ടിച്ചോണ്ട് പോകും. ഗൈസ്, ദേവനെ ഒരു മീൻ പിടിക്കാനായിട്ട് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യും. അത് അവനെ കുറെ സഹായിക്കും. കണ്ടിട്ടൊന്നും നടക്കുന്നതായിട്ട് തോന്നുന്നില്ല, മീൻ പിടിക്കുന്നതായിട്ട്. അത് കുറെ വർഷം അറിയുന്നുണ്ട്, അത് തിരിച്ചെടുക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. കുറെ നേരം ഇവനിങ്ങനെ എറിയുന്നു വലിച്ചെടുക്കുന്നു, എറിയുന്നു വലിച്ചെടുക്കുന്നു. ഈ മീൻ പോലും അത് കൊത്തുന്നില്ല. ദേവ എനിക്കിടാൻ തടാ. അവനത് കുറെ പ്രാവശ്യം അറിയുന്നു, പക്ഷെ ഒന്നും കാണുന്നില്ല. അവന് മീൻ കിട്ടുമോ എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അവൻ മീൻ പിടിക്കാൻ സമയം ഞാൻ ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു കൈയും വന്നു. ഇവിടെ നിന്നാണ് ഞങ്ങൾ എടുക്കുന്നത്. ഇവൻ ഞങ്ങളുടെ കൂട്ടുകാരുടെ ഏറ്റവും വട്ടായിട്ടുള്ളത് ഇവനാ. ഞാനൊന്നും കിട്ടുന്നുമില്ല. നമുക്ക് വേറെ ലൊക്കേഷനിലോട്ട് പോയാലോ? ഇല്ല, കിട്ടാൻ പോകുന്നില്ല. ഉടക്കി, ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ. ഉടക്കി ഞാൻ ഇവിടെ വന്നിട്ട് പിന്നെയും ഇങ്ങനെ വലിച്ചെറിയുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. നീ പോവാണോ? നമുക്ക് പുതിയ ലൊക്കേഷനിലേക്ക് പോവാം. എന്നാ പുതിയ ലൊക്കേഷനിലേക്ക് പോയാലോ? ഇവിടെ എന്ത് ചെറുതായിട്ട് ചൂടെടുക്കുന്നു. ഇവിടെ എനിക്കാണ് ചെറുതായിട്ട് ചൂടെടുക്കുന്നു. പാടാ, നമുക്ക് പുതിയ ലൊക്കേഷനിലേക്ക് പോവാം. വീണ്ടും പഴയ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അവന് പിന്നെയും വേറെ എവിടെ പോകണമെന്ന്. പിന്നെ നമുക്ക് നോക്കാം അവൻ എങ്ങോട്ടാ പോകുന്നതെന്ന്. ബ്രൈറ്റ്നസ് കൂടിയെന്ന് തോന്നുന്നു. പറയട്ടെ, നമ്മളിപ്പം ചാവറേട്ടിയിലാണ് നിൽക്കുന്നത്. നമുക്ക് ഇവിടുന്ന് നമുക്ക് നോക്കാം. ഇവിടെ കൈ കാണിച്ചാൽ അതൊക്കെ നല്ല ഐഡിയ ആണ്. അപ്പം നമ്മുടെ ദേവൻ ഇവിടെ നിന്ന് ചൂണ്ടിടുന്നുണ്ട്. ചൂണ്ടിടാൻ പോവാണ്. അവൻ അവിടെ തവളേനെ വെച്ച് കളിക്കാൻ ഇടാൻ പോവാണ്. ഓക്കെ, അപ്പം 3, 2, 1 ഗോ. ഇടടാ.
2 1 ഗോ. അവിടെ പോയി എന്തോ അടിച്ചു, അതങ്ങ് പോയി. അത് വെള്ളത്തിന് അടിയിൽ കൂടെയാണ് വരുന്നതെന്ന് തോന്നുന്നു. ദേവന് വെള്ളത്തിന് അടിയിലത്. അങ്ങനെ നമ്മുടെ ദേവന്റെ ചൂണ്ട എത്തിയിട്ടുണ്ട്. ഇതിലേക്കാണോ ഈ സാധനം പോകുന്നത് എനിക്ക് മനസ്സിലായില്ല. പുതിയ ലൊക്കേഷനിലേക്ക് വന്നിരിക്കുകയാണ്. അല്ല, അപ്പം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇതാണ് നമ്മുടെ ദേവസ്വനിന്റെ പുതിയ. ഇതാണ് നമ്മളെ ഇതിന്റെ പേരെന്ന് വെച്ചാൽ ബ്രാവോയുടെ ഒരു കമ്പനിയിലുള്ള ഒരു ഫ്രോഗാണ്. നല്ല റബ്ബർ ക്വാളിറ്റി ഉള്ള നല്ല കറക്റ്റ് ലുക്ക് സാധനം. നല്ല ക്വാളിറ്റി, നല്ല കാണിച്ചത് ക്വാളിറ്റി ജസ്റ്റ് കാണിച്ചത് നല്ല ക്വാളിറ്റി, നല്ല പതുക്കെ തൊട്ടാ മതി, അപ്പം തന്നെ ഒരു ഹുക്കാവുന്ന ഒരു സാധനമുണ്ട്. നല്ല അടിപൊളി ഒരു കുരിശിൻ്റെ കളിച്ച സ്പിന്നർ. നമുക്ക് ഇത് കണ്ടോ, നല്ല അടിപൊളി ഷാർപ്പായിട്ടുള്ള ഇതൊക്കെ. നമുക്കൊന്ന് ചൂണ്ടയിടാൻ തുടങ്ങാം. നമ്മളെ വീണ്ടും ദേവനെ പുതിയ ലൊക്കേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്ക് നോക്കാം ഇവിടെ നിന്ന് അവന് ചൂണ്ടയിട്ടോ അല്ല കിട്ടോ. അങ്ങനെയാണ് നോക്കാം. അവൻ എന്താ നേരെ ഇട്ടിട്ടുണ്ട്. അവൻ തേണ്ട ചൂണ്ട പുല്ലിനിടയിലോട്ട് ഇട്ടിട്ടാണ് നോക്കുന്നത്. അവൻ എറിഞ്ഞ് നേരെ എവിടെയുള്ള പുല്ലിനിടയിലോട്ട്. ദേവനെ ഫ്രോഗ് ചാടി വന്ന് നേരെ പെട്ടെന്ന് അവൻ്റെ അടുത്ത് ഇടുന്നില്ലടാ. ദേവന്റെ വീഡിയോ ഞാനെടുക്കുന്നുണ്ടോ? അല്ല, ഞാനെടുക്കും വീഡിയോ. അതിന്റെ ഫ്രോഗ് പിന്നെയും പറഞ്ഞു. ക്യാമറ ക്വാളിറ്റി ഉള്ളതാണ് ഗൈസ്. അതെ ഗൈസ്, നല്ല ക്വാളിറ്റി ഉള്ള ഫ്രോഗാണിത്. അതായത് നിങ്ങളൊന്ന് ഓർഡർ ചെയ്ത് നോക്കണേ. അപ്പോൾ ഗൈസ്, നമ്മുടെ ദേവന്റെ ചൂണ്ട ഞാനിവിടെ ലിങ്കിലിട്ടിട്ടുണ്ട്, ബയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് നോക്കി ഓർഡർ ചെയ്യാവുന്നതാണ്. ഇത് ഞങ്ങൾ മീഷോയിലാണ് വാങ്ങിച്ചിരിക്കുന്നത് ഈ ചൂണ്ട. അപ്പം ബയോയിലുണ്ട്, കമൻസിലും കിട്ടും. അപ്പോൾ ചെക്ക് ചെയ്യണേ. ഇങ്ങനെ. അപ്പോൾ ഗൈസ്, ദേവൻ അവിടെ ഉള്ള വെള്ളത്തിനകത്ത് നിന്നാണ് എടുക്കുന്നത്. എന്തായാലും ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പം അവൻ തേണ്ട കയറി വരുന്നുണ്ട്. ഒന്ന് വേഗം കയറി വാടാ. എപ്പടായി ഗൈസ്, ഇവൻ ഞങ്ങളുടെ സ്പൈഡർമാനാണ്. ഇവൻ എൻ്റെ വീടിൻ്റെ എത്ര വലിപ്പമുള്ള ഭിത്തിയായാലും ഈസി ആയിട്ട് അവൻ്റെ മുകളിൽ കയറും. കാണുന്നേ, എൻ്റെ വീടിൻ്റെ അവിടെ നല്ല ഉയരമുള്ള ഒരു ഭിത്തിയുണ്ട്. അവൻ സിമ്പിളായിട്ട് അവൻ്റെ മണ്ടയിൽ കയറി. അവൻ്റെ മുകളിൽ കയറണമെങ്കിൽ 5 ആൾക്കാർ വേണം അവൻ്റെ ഏറ്റവും മുകളിൽ വരെ തൊടണമെങ്കിൽ. ഇവ ഈ ഒരു വീഡിയോ സിമ്പിളായിട്ട് അവൻ്റെ മണ്ടയിലോട്ട് കയറിയിട്ടുണ്ട്. നേരത്തെ അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഈ എപ്പിസോഡ് കഴിയുമ്പോൾ അതിൻ്റെ എപ്പിസോഡ് കാണിച്ചു. ആടത് ഹായ് പറഞ്ഞു കൊച്ചർക്ക് ഹായ്. സാധനൊക്കെ ഇവിടെ നിന്ന് പിള്ളേരെ കിങ്കിങ് കുങ്കു എന്ന് പറയുന്നുണ്ട്. എന്നെ വലിച്ചെറിഞ്ഞ് കാണാൻ പോലില്ല സാറിന്. ഈ വീഡിയോ ചിലപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം ദേവൻ ഇപ്പോൾ വേറെ ഏതോ ലൊക്കേഷനിലോട്ട് പോകുന്നു. അതെ വീട് എന്തുവാ ഇതെന്നാ ഇങ്ങോട്ട് പോകണം? വല്ലവൻ്റെ വീട്ടിലോട്ട് എന്നാ നമ്മൾ പോകണം? പിന്നെ ഏത് വഴി? ഇതാതെ ഈ വഴി. അവിടെ എന്തൊക്കെയോ കിടന്ന് പിടയ്ക്കുന്നുണ്ട്. അതെ, സൂം ചെയ്ത് കാണിക്കാം. അത് കണ്ടോ ഈ കളറ്? അതെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് കണ്ടൊന്നും മനസ്സിലാവുന്നില്ല അതെന്തുവാന്ന്. പാർപ്പോ?
വാർപ്പൻ എൻ്റെ കൂട്ടുകാരനാ വാർപ്പൻ എന്നാണ് എൻ്റെ പേരെന്ന്. പക്ഷെ എനിക്കറിയില്ല ശരിക്കും എന്തോന്ന്. കുറേ ബബിൾസ് ഒക്കെ വിടുന്നുണ്ട്. ഉണ്ട്. അത് വെറുതെ വരത്തില്ല, ഇത്രയും കൂടിയാണ് വെറുതെ. പതിയെ പതിയെ ഇടാ, പതിയെ സ്ലോ സ്പീഡിൽ കൊണ്ടുപോകും. അവൻ്റെ ഫ്രോഗ് ഇതിലേക്കേ പോകുന്നുണ്ട്. ആ പതിനാല് പറയാൻ വരുന്നുണ്ട്. അത് ഒച്ച ഉണ്ടാക്കല്ലേ, ഒച്ച ഉണ്ടാക്കിയാൽ മീൻ ചാടിപ്പോ. പരാലവൻ്റെ പുറകെ ഞാൻ നോക്കിയോ കുറെ പരാലവൻ്റെ പുറകെ വരുന്നു. ഭയങ്കര സ്ലോയിൽ കൊണ്ടുപോകും. എടാ നമുക്ക് വേറെ സ്ഥലത്തോട്ട് പോയല്ലേ, എൻ്റെ കായ് പൊള്ളുന്നു. നല്ല ചൂടാ ഇവിടെ. അവന്മാർ ചൂട് വന്നുണ്ടോ ഒന്നും കഴിഞ്ഞില്ല. അങ്ങനെയല്ലോ ആരെങ്കിലും വരുന്നുണ്ടോ? അത് തന്നെ കണ്ടാൽ നന്നായിട്ട് പടക്കണുണ്ടോ? നന്നായിട്ട് വന്നു ഒരാൾ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് നമ്മൾ തീർക്കുവാണ്. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.